ഞാനും അച്ഛനും കൂടി ഇന്ന് കുത്തമ്മിനാർ കാണാൻ പോവാട്ടാ. പണ്ട് ഞങ്ങളുടെ നീമ മാം ഹിസ്റ്ററിയില് കുത്തമ്മിനാറിനെ കുറിച്ച് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാലും സംഭവം അടിപൊളി കേട്ടോ. അതൊക്കെ എങ്ങനെയാ പണിതാവോ. അങ്ങനെ നടന്ന് ഞങ്ങള് കുത്തമ്മിനാറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കാട്ടാ. എന്തൊരു വൃത്തിയിലൂടെ കൊണ്ടുവരണം. ഇതുപോലെ ഡൽഹി മുഴുവൻ കൊണ്ടുവരുന്ന എന്ത് വൃത്തിയാണ്. മിനാരത്തിന്റെ അടുത്തറിയപ്പോ അച്ഛൻ പറയാ അതെ നമ്മുടെ ഒല്ലൂരിലത്തെ ഓട്ട് കമ്പനിയുടെ പോലെ ഉണ്ട് ഇതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞപ്പോ ശരിയാണല്ലോ, അത്യാവശ്യം കാണാൻ ഒരേപോലെയൊക്കെ ഉണ്ട്. മിനാരത്തിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇപ്പുറത്തുള്ള ചെറിയ സ്തൂപത്തിന്റെ അടി കൂടെ പോകണം കേട്ടോ. ഞാനും വിചാരിക്കും എങ്ങനെ ഈ സ്തൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ള് കാര്യം കല്ലുമ്പോ വെട്ടി വെച്ചേക്കാന്നുണ്ട്. 13-ാം നൂറ്റാണ്ടില് കുത്തബുദ്ദീനൈബക്കാണ് ഇതിന്റെ പണിയൊക്കെ ആരംഭിച്ചത്. പിന്നീട് ആൾ അവകാശികളെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ അതിന്റെ പണി തീർത്തത്. എന്നുവെച്ചാൽ പണി പൂർത്തീകരിച്ച് കേട്ടോ, നശിപ്പിച്ചതല്ല. ഇതങ്ങനെ കടക്കണാണ്ട് മുമ്പുള്ള ഒരു ഡോമാട്ടാ. അതിന്റെ ഉള്ളിലും ഒരു നല്ല ഡിസൈൻ വെച്ച് പടച്ചിട്ടുണ്ട് കേട്ടോ. കുത്തമ്പിനാറിന്റെ ആദ്യത്തെ 3 നില ഉണ്ടാക്കിയത് റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള 2 നിലകള് മാർബിളും പിന്നെ റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചും മിക്സ് ആയിട്ട്. പിന്നെ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലും പുള്ളിക്കാരൻ ഇടം പിടിച്ചിട്ടുണ്ട്. അച്ഛനും എനിക്ക് എന്തായാലും സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡൽഹിയിൽ ഇനിയും ഇതുപോലെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പതുക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ചെറുതായിട്ടൊന്ന് ലൈക്കും കമന്റും ഷെയറും ഫോളോ ഒക്കെ ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാനും അച്ഛനും കൂടി ഇന്ന് കുത്തമ്മിനാർ കാണാൻ പോവാട്ടാ. പണ്ട് ഞങ്ങളുടെ നീമ മാം ഹിസ്റ്ററിയില് കുത്തമ്മിനാറിനെ കുറിച്ച് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാലും സംഭവം അടിപൊളി കേട്ടോ. അതൊക്കെ എങ്ങനെയാ പണിതാവോ. അങ്ങനെ നടന്ന് ഞങ്ങള് കുത്തമ്മിനാറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കാട്ടാ. എന്തൊരു വൃത്തിയിലൂടെ കൊണ്ടുവരണം. ഇതുപോലെ ഡൽഹി മുഴുവൻ കൊണ്ടുവരുന്ന എന്ത് വൃത്തിയാണ്. മിനാരത്തിന്റെ അടുത്തറിയപ്പോ അച്ഛൻ പറയാ അതെ നമ്മുടെ ഒല്ലൂരിലത്തെ ഓട്ട് കമ്പനിയുടെ പോലെ ഉണ്ട് ഇതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞപ്പോ ശരിയാണല്ലോ, അത്യാവശ്യം കാണാൻ ഒരേപോലെയൊക്കെ ഉണ്ട്. മിനാരത്തിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇപ്പുറത്തുള്ള ചെറിയ സ്തൂപത്തിന്റെ അടി കൂടെ പോകണം കേട്ടോ. ഞാനും വിചാരിക്കും എങ്ങനെ ഈ സ്തൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ള് കാര്യം കല്ലുമ്പോ വെട്ടി വെച്ചേക്കാന്നുണ്ട്. 13-ാം നൂറ്റാണ്ടില് കുത്തബുദ്ദീനൈബക്കാണ് ഇതിന്റെ പണിയൊക്കെ ആരംഭിച്ചത്. പിന്നീട് ആൾ അവകാശികളെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ അതിന്റെ പണി തീർത്തത്. എന്നുവെച്ചാൽ പണി പൂർത്തീകരിച്ച് കേട്ടോ, നശിപ്പിച്ചതല്ല. ഇതങ്ങനെ കടക്കണാണ്ട് മുമ്പുള്ള ഒരു ഡോമാട്ടാ. അതിന്റെ ഉള്ളിലും ഒരു നല്ല ഡിസൈൻ വെച്ച് പടച്ചിട്ടുണ്ട് കേട്ടോ. കുത്തമ്പിനാറിന്റെ ആദ്യത്തെ 3 നില ഉണ്ടാക്കിയത് റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള 2 നിലകള് മാർബിളും പിന്നെ റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചും മിക്സ് ആയിട്ട്. പിന്നെ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലും പുള്ളിക്കാരൻ ഇടം പിടിച്ചിട്ടുണ്ട്. അച്ഛനും എനിക്ക് എന്തായാലും സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡൽഹിയിൽ ഇനിയും ഇതുപോലെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പതുക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ചെറുതായിട്ടൊന്ന് ലൈക്കും കമന്റും ഷെയറും ഫോളോ ഒക്കെ ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.